അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ. അപ്പോൾ അത് വലിയവർക്കും ചെറിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പാൻ കേക്കാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വെരി സിമ്പിളാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുക്കുന്നത് ഓട്സ്, നേന്ത്രപ്പഴം, ഷുഗർ, ഒരു എഗ്ഗ്, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 2 നേന്ത്രപ്പഴമാണ് കേട്ടോ. അതിനേക്ക് ചെറിയൊരു ബൗൾ ഓട്സും ആ സെയിം അളവിന് തന്നെ ഷുഗറും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒരു ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് നമുക്കിതൊന്ന് നല്ല രീതിയിൽ അടിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ലേശം വെള്ളവും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു തിക്നെസ്, ഒരു പേസ്റ്റ് രൂപത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം ലേശം ഒഴിച്ചു കൊടുത്താലേ ഒന്ന് നല്ല രീതിയിലൊന്ന് അരിഞ്ഞു കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് ഈ അരച്ചെടുത്ത് ഈ അരപ്പ് വേണ്ടത്. അപ്പോൾ ഞാനിത് ഈ ഒരു അരപ്പൊന്ന് ഒരു ബൗളിലേക്ക് ഞാൻ ഒഴിച്ച് മാറ്റി വെക്കുന്നുണ്ട്. ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു പാൻ എടുത്തിട്ട് നല്ല രീതിയിൽ അടുപ്പിൽ വെച്ച് നല്ല ഒന്ന് ചൂടായ ശേഷം നമ്മൾ ചെറിയ രീതിയിൽ റൗണ്ട് ഷേപ്പിൽ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ മൂന്ന് രീതിയിൽ ദോശ പോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ല രീതിയിൽ ഈ പാൻ കേക്ക് ഒന്ന് പൊന്തി വരുമ്പോൾ അതിലേക്ക് ലേശം നെയ്യ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതാണ് ഫൈനലി നമ്മൾ ഉണ്ടാക്കിയ പാൻ കേക്ക്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാൻ കേക്കാണ്. വീട്ടിലൊക്കെ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ എത്ര വേഗം ഉണ്ടാക്കി കൊടുത്തോളൂ, അത്രയും ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമ്മളെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ഗൈസ്.